ആരുടെ ഗ്യാരണ്ടി എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ദീപ്തി മേരി വർഗീസ് നേരത്തെ PR ശിവശങ്കർ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി, കെ മുരളീധരൻ CPM-ന്റെ ഒരു ചാരനായി പല മണ്ഡലങ്ങളിലും പല വേഷങ്ങളിലും എത്തുന്നു എന്നതാണ്. വട്ടിയൂർക്കാവിൽ, നേമത്ത്, വടകരയിൽ, ഇപ്പോൾ തൃശ്ശൂരിൽ ഒക്കെ CPM-നെ സഹായിക്കലാണ് അല്ലെങ്കിൽ CPM-ന് വേണ്ടി പണിയെടുക്കലാണ് മുരളീധരന്റെ ദൗത്യം എന്ന നിലയിലാണ് BJP ഇതിനെ വിമർശിക്കുന്നത്. അതേസമയം അരുൺകുമാർ പറയുന്നത് ഒരു വലിയ വോട്ട് കച്ചവടത്തിന് കളമൊരുക്കിയിരിക്കുകയാണ് ഷാഫിയുടെയും KC വേണുഗോപാലിന്റെയും വരവോട് കൂടിയത് എന്നാണ്. എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത്? അരുൺകുമാർ, എന്തു യുക്തിയാണ് ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഉള്ളത്? ഞാൻ ആദ്യം അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞ കാര്യത്തിലേക്കൊന്ന് കടക്കുകയാണ്. പാലക്കാടിന്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഞങ്ങളുടെ സംഘടനാ ശക്തി കൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന പൂർണ്ണ ബോധ്യമുണ്ട്. നിങ്ങളവിടെ വോട്ട് കച്ചവടം നടത്താതിരുന്നാൽ മതി. നിങ്ങളവിടെ BJP-യുമായി കൂടി വോട്ട് കച്ചവടം നടത്താതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പൂർണ്ണമായിട്ടും. ശൈലജ അവിടെ തോൽക്കും, വടകരയിൽ തോൽക്കും എന്നുള്ള ആ തോൽവി അരുൺകുമാർ സമ്മതിച്ചു എന്നുള്ളതിനെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലായി, എന്താണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്? ഈ രാജ്യമൊട്ടാകെ മത്സരിക്കുന്നത് ആര് തമ്മിലാണ്? കോൺഗ്രസും BJP-യും തമ്മിലാണ്. കേരളത്തെ സംബന്ധിച്ച് 20 സീറ്റും ജയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. കാരണം എന്താണ്? ഏറ്റവും അധികം പാർലമെന്റ് അംഗങ്ങളെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് അയക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ശ്രീ KC വേണുഗോപാലിനെ കൊണ്ടുവന്നത് അതുകൊണ്ടാണ്. പിന്നെ അദ്ദേഹത്തിന്റെ രാജ്യസഭാ സീറ്റിനെ പറ്റിയൊന്നും നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ ഞങ്ങൾ രാജ്യസഭാ അംഗങ്ങളെ കൊണ്ടുവന്നോളാം. അതിന്റെ അകത്തൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും അരുൺകുമാറും ഒന്നും അതിന്റെ അകത്ത് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ഈ ആലപ്പുഴ ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യത്തിൽ വേണുഗോപാലിന് രാജ്യസഭയിൽ നിങ്ങൾക്കൊരു രാജ്യസഭാ സീറ്റ് ഇല്ല. ആ സീറ്റ് നിങ്ങൾ BJP-യുടെ എടുത്തു വെച്ച് കൊടുക്കുകയാണ്. ആലപ്പുഴയിൽ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ. അരുൺകുമാർ, ഇവിടെ നടക്കുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾ വിധി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ പരമാവധി സീറ്റ് BJP-ക്കെതിരെ നേടുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശിവശങ്കർ പറഞ്ഞാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്കൊക്കെ വളരെ പകൽ പോലെ വ്യക്തമായിട്ടുള്ള, നമ്മൾ ഇതിനു മുൻപും ചർച്ച ചെയ്തിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഇവിടെ ആരൊക്കെ തമ്മിലാണ് സഖ്യം എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമല്ലേ? ഇപ്പൊ തന്നെ നോക്കട്ടെ, ഇപ്പൊ ലേറ്റസ്റ്റ് സംഭവിച്ചിരിക്കുന്ന, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ ലോക്നാഥ് ബെഹ്റയുടെ കാര്യം. ഇതിനു മുൻപ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോപിച്ച വലിയ ഒരു ആരോപണമായിരുന്നു അത്. അതിന്റെ അകത്ത് സത്യമുണ്ട് എന്നുള്ളത് നമ്മൾ ചർച്ചയിലൂടെ പലപ്പോഴും പുറത്തു വന്നതുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ലിങ്കുകൾ മുഖ്യമന്ത്രിയുമായി BJP-യുമായി ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഇവിടെ അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്തതാരാണ്? ശ്രീഎമ്മുമായിട്ട് ചർച്ച ചെയ്തതാരാണ്? ഇവിടെ ഇപ്പോൾ കേസ് നമുക്ക് എടുക്കാം. ഈ കേസിൽ ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയനും ലോക്നാഥ് ബെഹ്റയും കൂടി ഗൂഢാലോചന നടത്തി എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ സംഘടനാശേഷിയിൽ ഇത്ര വേഗം പിണറായി വിജയനൊക്കെ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നുവെന്ന് അംഗീകരിക്കലല്ലേ ദീപ്തി? ഭാരതീയ ജനതാ പാർട്ടി രണ്ട് രീതിയിലാണല്ലോ അരുൺകുമാർ ആളുകളെ ഓപ്പറേഷൻ താമരയിലൂടെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ? ഒന്ന്, അധികാരമോഹികളായ, എത്ര കിട്ടിയാലും മതി വരാത്ത ആർത്തിമൂസ ആളുകളെ അവർ കൊണ്ടുവരാൻ നോക്കും. രണ്ടാമതായിട്ട് ED-യെയും അതുപോലെ ഇൻകം ടാക്സ് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുക. അതിൽ വീഴാത്തവരുണ്ട്. DK ശിവകുമാറിനെ പോലെ വീഴാത്തവർ ഞങ്ങൾ ജയിലിൽ പോയിക്കൊള്ളാം, എന്നാലും ഈ പാർട്ടി വിടില്ല എന്ന നല്ല അടിയുറച്ച് ഈ ആശയത്തിൽ വിശ്വസിച്ച് കോൺഗ്രസിൽ വിശ്വസിച്ച് നിൽക്കുന്നവരുണ്ട്. അവരും അത് ഈ പാർട്ടിയിൽ. അല്ലാതെ ഈ പത്മജ ഒരു ചർച്ചയാക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. വീണ്ടും ആ ചോദ്യത്തിലേക്ക് വരുന്നതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. അവരെ പോലെ സുഖലോലുപതയിൽ ജീവിക്കുന്ന, രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാരണക്കാരന്റെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കാത്ത, ഈ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാത്ത, മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള നിലയ്ക്ക് മാത്രം ഒരു പാർട്ടിയിലേക്ക് വരികയും അവിടെ നിന്ന് വേദികളിൽ മാത്രം പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എന്ത് പറയാനാ? അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് പല ഉദ്ദേശങ്ങളുണ്ടാവും. അവർക്ക് പല പ്രലോഭനങ്ങളും BJP കൊടുത്തിട്ടുണ്ടാവും, മറ്റു പലർക്കും കൊടുക്കുന്ന പോലെ. അത്തരത്തിൽ പ്രലോഭനങ്ങളിൽ വീഴുന്ന ആളുകൾ, ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, CPM-ലില്ലേ? CPM-ൽ അൽഫോൺസ് കണ്ണന്താനം മുതൽ ഇങ്ങോട്ട് ആലോചിച്ച് നോക്കൂ. എത്രയോ പേരാണ് CPM-ൽ നിന്ന് BJP-യിലേക്ക് പോയത്. ഒരു പക്ഷേ അംഗസംഖ്യ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായും BJP-യിലേക്ക് പോയി. അല്ല,
അതെ, MLA ആയിരുന്നല്ലോ അൽഫോൺസ് കണ്ണന്താനം. ഒരു സുപ്രഭാതത്തിൽ ഇവരുടെ സ്വന്തം ആൾ, ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിലുണ്ണിയായ മനുഷ്യൻ, അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ BJP-യിലേക്ക് പോവുകയാണ്. വിശ്വനാഥ മേനോൻ പോയില്ലേ? എത്രയോ പേർ ഈ രാജ്യത്ത്, എത്രയോ ആളുകൾ CPM-ന്റെ MLA മാർ. ഞാൻ ചോദിച്ചോട്ടെ, രാജസ്ഥാനിൽ, പഞ്ചാബിൽ ഒരു കാലഘട്ടത്തിൽ വന്നതാണ്. അതെ, ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, പടവലങ്ങ പോലെ താഴോട്ട് വളർന്നു വരുന്ന CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അതിന്റെ മുഖ്യമന്ത്രിയാണ് കോൺഗ്രസിനെ ഇപ്പോ കോൺഗ്രസ് ആണ് ഈ സഖ്യമുണ്ടാക്കുന്നത് എന്നൊക്കെ അരുൺകുമാർ ഒക്കെ പറയുന്നത്. കോൺഗ്രസ് ആണ് സഖ്യമുണ്ടാക്കുന്നത് എന്ന് പറയുന്നത് ഇത് ആര് വിശ്വസിക്കാനാണ്? കേരളത്തിൽ തന്നെ എത്രയോ ആളുകൾ CPM-ലേക്ക് പോയിരിക്കുന്നു. നമുക്ക് അവരുടെ എണ്ണം വേണമെങ്കിൽ എടുത്തു പറയാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത്, CPM-ന്റെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള CPM-ലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ CPM-ലേക്ക് BJP പ്രവർത്തകർ, ഇപ്പൊ കേളു അടക്കമുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ CPM-ലേക്ക് ഒരു BJP പ്രവർത്തകൻ വരുന്നത് പോലെയാണോ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകൾ, കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകൻ, ഒപ്പം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഒക്കെ BJP-യിലേക്ക് പോകുന്നത്? അങ്ങനെ സമീകരണം സാധ്യമാണോ? അരുൺകുമാർ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് ആരാണ്? രണ്ടുപേരുടെ കാര്യമല്ലേ നിങ്ങൾ പറയുന്നത്? ഒന്ന് അനിൽ ആന്റണിയുടെ കാര്യം, ഒന്ന് പത്മജ. ഈ രണ്ടും ഒരു ജനിസിൽപ്പെട്ട ആളുകളാ. അനിൽ ആന്റണി എന്താണ് കോൺഗ്രസിന് വേണ്ടി ചെയ്തത് എന്നുള്ളത് BJP അന്വേഷണം നോക്കട്ടെ. അവർക്കിതൊക്കെ അറിയാവുന്നത്, അവർക്കിതൊക്കെ കിട്ടുകയുള്ളൂ. ഈ ഓട്ടക്കാലണ ആളുകളെ മാത്രമേ ഇവർക്ക് കിട്ടുകയുള്ളൂ. ഇവർ ഈ BJP-യിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ആളുകളല്ലേ? പിന്നീട് പോയിട്ടുള്ളത് ആരാണ്? ഈ അനിൽ ആന്റണി. എങ്ങനെ പോയാലും അനിൽ ആന്റണിയും പത്മജ അനിൽ ആന്റണി, ഇതല്ലേ പറയാനുള്ളൂ. പ്രധാനപ്പെട്ട ഏതെങ്കിലും ശക്തമായി ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു നേതാവിനെ കൊണ്ടുപോകാൻ അങ്ങനെ നിങ്ങൾ കൊണ്ടുപോയിട്ട് പറയൂ. നിങ്ങളുടെ SM കൃഷ്ണ, ഗുജറാത്തിലെ അംബരീഷ് ദേർ, അർജുൻ മധുവാഡിയ ദാ പോയി ഇരിക്കുന്നു. ഹിമാചൽ പ്രദേശിൽ നിന്ന് വിക്രമാദിത്യ സിംഗ് എന്തു പോകും എന്ന ആലോചനയിലാണ് ഇരിക്കുന്നത്. ജ്യോതിരാദിത്യ സിൻഹ. ഒരു ഭാഗത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രിമാരും എണ്ണം പറഞ്ഞ നേതാക്കളുമാണ് ഇന്ന് BJP-യിലെ വലിയ നേതാക്കളായി മാറുന്നത്. അശോക് ചവാൻ. അപ്പോൾ നോക്കൂ, വലിയ പട്ടികയുണ്ട് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയത്. അതുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. BJP-യിലേക്ക് ആളെ കൂട്ടുന്ന പ്രസ്ഥാനമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന്. അതെ, ഇത് ഞാൻ പറഞ്ഞല്ലോ, രണ്ട് കാരണങ്ങൾ. ഈ പറയുന്ന അശോക് ചവാന്റെ പേരും താങ്കൾ പറഞ്ഞ പേരുകളൊക്കെ എടുത്തു നോക്കൂ. ഇതെല്ലാം ഒന്നുകിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആശയപരമായി വിശ്വസിച്ചുകൊണ്ട് ഈ പറയുന്ന പേരുകാരിൽ ആരെങ്കിലും ഈ കോൺഗ്രസ് രാഷ്ട്രീയം വിട്ടിട്ട്, കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വിട്ട് BJP-യിലേക്ക് പോയി എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നത്, ഈ രാജ്യത്തിന് ഒരു ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ രാജ്യത്തിന് ഒരു രാഷ്ട്രീയ സംസ്കാരം ഉണ്ടായിരുന്നു അരുൺകുമാർ. ഇവിടെ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ അനുവർത്തിച്ചിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പ്രതിപക്ഷ ബഹുമാനം ഉണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇന്നിവിടെ ഉണ്ടായത്, BJP ഉൾപ്പെടെ, സംഘപരിവാർ ഉൾപ്പെടെ, CPM ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ രാജ്യത്ത് ഇന്ന് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തഴച്ചു വളർന്നിട്ടുണ്ടെങ്കിൽ, അത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ജവഹർലാൽ നെഹ്റു എന്ന മനുഷ്യൻ ഉണ്ടാക്കിയ ഏറ്റവും ശക്തമായ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി, ആ ജനാധിപത്യ സംസ്കാരം കൊണ്ടാണ്. ഇപ്പോഴെന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ സംസ്കാരം ഇല്ലാതായിരിക്കുന്നു. ഒറ്റ ഒരു കാര്യം കൂടെ പറയട്ടെ. രാഷ്ട്രീയ അന്തരീക്ഷത്തെ മലീമ